മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ 104 മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലേറെ പിന്നണി പ്രവർത്തകരും. ഇവരെയൊക്കെ ഒന്നിപ്പിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് മുൻ ബിഗ് ബോസ് താരങ്ങൾ. സീസൺ 1 മുതൽ 6 വരെയുള്ള മത്സരാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് ബിഗ് ബോസ് ഗാദറിംഗ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തത് ബിഗ് ബോസായി ശബ്ദം നൽകുന്ന രഘുരാജാണ്. ഹൗസിനുള്ളിലും പുറത്തും പോരടിച്ചവരെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നത് ശ്രമകരമായ കാര്യം തന്നെയായിരുന്നു. എന്നാലും അതൊക്കെ മറന്ന് 95ഓളം പേരാണ് ഇതിൽ പങ്കെടുത്തത്. കാസ്റ്റിംഗ് കൗച്ച് പരാമർശത്തിൽ അഖിൽ മാരാർക്കെതിരെ ശോഭ വിശ്വനാഥ് പോലീസ് കേസ് കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെ ഒരു ഓൺലൈൻ യുദ്ധം തന്നെ ഇവർ തമ്മിലുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെ ഇരുവരും ഒന്നിച്ച് ചടങ്ങിൽ പങ്കെടുത്തു. ഇതുപോലെ പോരടിച്ചവരെ ഒന്നിപ്പിച്ച് ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ധൈര്യം കാണിച്ച സുബ്രോസ്വായിക്ക് സ്നേഹവും ആശംസയും വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങുന്ന സജിനയും ഫിറോസും ഈ പരിപാടിയിൽ പങ്കെടുത്തു. വിവാദങ്ങൾ വകവയ്ക്കാതെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പരിപാടിക്കെത്തി. സീസൺ 6 മത്സരാർത്ഥികളായിരുന്നു കൂടുതലും. സീസൺ 4 നിന്നായിരുന്നു ഏറ്റവും കുറവ്. ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ചില മുഖങ്ങളുണ്ട്. സാബു, പേളി, രഞ്ജിനി ഹരിദാസ്, മണിക്കുട്ടൻ, ഡിംബൽ, റിയാസ്, ജാസ്മിൻ, റോബിൻ, ആര്യ, രജിത് കുമാർ, ബ്ലസ്ലി തുടങ്ങിയ ചിലർ. ഇവരാരും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തില്ല. അവരുടെ അസൗകര്യം കാരണമാണോ താല്പര്യക്കുറവാണോ എന്നത് വ്യക്തമല്ലെങ്കിലും ഇത് മത്സരിച്ച് തോറ്റവരുടെ കൂട്ടായ്മയാണോ എന്ന കളിയാക്കലുകളുണ്ട്. നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ചിലർ വീഡിയോ കോളിലൂടെയും എത്തി. ഇനിയും പല പരിപാടികളും ബിഗ് ബോസ് കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് അഖിൽ മാരാർ പറഞ്ഞു. പൊതുയോഗത്തിന് ശേഷം മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേര് റസ്മിന്റെ വീട്ടിൽ പോയി. ഇത് കഴിച്ച ഫലൂഡ, പോളി ഫലൂഡ, ജെല്ലിയല്ല ഫലൂഡ, പോളി ഫലൂഡ, അടിപൊളി സാധനം. റസ്മിന്റെ വീട്ടിലാണ്.